ഡിയർ സ്റ്റുഡൻസ്, സപ്ലൈ ചെയിൻ ബേസിക് എലമെൻസും ബേസിക് കാര്യങ്ങളൊക്കെ ഇന്നലെ തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത് കിടക്കാൻ പോകുന്നത് കൺസൈൻമെൻറ്റിലേക്കാണ്. അപ്പോൾ കൺസൈൻമെൻറ്റിന് മുമ്പ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്. ഈ ലോജിസ്റ്റിക് സീക്രട്സ് എന്ന ബുക്ക് വാങ്ങിക്കാത്തവർ എത്രയും പെട്ടെന്ന് വാങ്ങിക്കുക. അതുപോലെ തന്നെ ഈ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ പരമാവധി +2 ഡിഗ്രി ലോജിസ്റ്റിക് സ്റ്റുഡൻസിന് നിങ്ങളിത് ഷെയർ ചെയ്യുക. കാരണം ഒരു ഇൻ്റർവ്യൂ പാസ്സാവണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പം ഇന്ന് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് കൺസൈൻമെൻറ്റ്? കേട്ടിട്ടുണ്ടോ ഒരു പക്ഷേ നിങ്ങൾ, ഇല്ലെങ്കിലും ഞാനിതാ നിങ്ങളോട് പറയുന്നു. വാട്ട് ഈസ് കൺസൈൻമെൻറ്റ്? Consignment is an agreement between consignor and consignee to deliver the goods with many clauses. എന്ന് പറഞ്ഞാൽ കൺസൈനർ, അതായത് എക്സ്പോർട്ടർ അയക്കുന്ന ആള്, കൺസൈനി ഇമ്പോർട്ട് ചെയ്യുന്ന ആള് അല്ലെങ്കിൽ വാങ്ങിക്കുന്ന ആള്, ഇവർ തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ആണ് എങ്ങനെയാണ് ഈ കൺസൈൻമെൻറ്റ് അയക്കേണ്ടത്, ഏതൊക്കെ ക്ലോസസ് വെച്ചാണ്, ലൈക്ക് CIF, C&F ഓർ ഓൺ കോസ്റ്റ്, അങ്ങനെ പല ക്ലോസുകളിൽ ഏതെങ്കിലുമൊക്കെ വെച്ചിട്ടായിരിക്കും ഇവർ രണ്ട് തമ്മിൽ എഗ്രിമെൻ്റ് സൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് കൺസൈൻമെൻറ്റ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ഇത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഇനി എന്താണ് ഈ കൺസൈൻമെൻറ്റിൻ്റെ ക്ലോസസ് എന്ന് പറയുന്നത്? ആദ്യത്തെ ക്ലോസാണ് FOB, ഫ്രീ ഓൺ ബോർഡ്. ഇത് മീൻ ചെയ്യുന്നത് കൺസൈനർ മെറ്റീരിയൽ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അവൻ്റെ പോർട്ടിലെത്തുന്ന വരെയുള്ള ചാർജ് കൺസൈനർ നിർവഹിക്കും. ബാക്കി എല്ലാ ചാർജസും വന്നിട്ട് നിർവഹിക്കുന്നത് കൺസൈനി ആയിരിക്കുള്ളൂ. അതാണ് FOB, ഫ്രീ ഓൺ ബോർഡ്. ഓർക്കുക, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത ചോദ്യമാണ് CIF, കോസ്റ്റ് ഇൻഷുറൻസ് ഫ്രൈറ്റ്. FOB പറഞ്ഞ മാതിരി ഒരു എക്സ്പോർട്ട് ചെയ്യുമ്പോൾ കൺസൈനർ അതിൻ്റെ കോസ്റ്റും അതിൻ്റെ ഇൻഷുറൻസും ഫ്രൈറ്റും അടക്കം കൺസൈനർ ഏറ്റെടുക്കും. ബാക്കിയുള്ള ചെലവുകൾ മുഴുവൻ എടുക്കുന്നത് കൺസൈനി ആയിരിക്കുള്ളൂ. ഓക്കെ, ഇതുപോലെ അടുത്തൊരു ക്ലോസ് ആണ് C&F, കോസ്റ്റും ഫ്രൈറ്റും കൺസൈനർ നിർവഹിക്കും. ബാക്കിയുള്ളത് മുഴുവൻ ഇൻഷുറൻസ് അടക്കം നിർവഹിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റെടുക്കുന്നത് അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യുന്നത് കൺസൈനി ആയിരിക്കുള്ളൂ. അണ്ടർസ്റ്റുഡ്? അടുത്തൊരു ക്ലോസ് ആണ് ഓൺ കോസ്റ്റ് എന്ന് പറയും. അതായത് ആ പ്രൊഡക്റ്റിൻ്റെ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് മാത്രം കൺസൈനർ നിർവഹിക്കും. ബാക്കി എല്ലാ എക്സ്പെൻസസും ഡൺ ബൈ കൺസൈനി. അണ്ടർസ്റ്റുഡ്? അടുത്തൊരു ടേമാണ് ഓൺ എക്സ് വർക്ക്, EXW എന്ന് പറയും. അതായത് ഈ കൺസൈനറുടെ പ്രെമിസസിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാ ചെലവും നിർവഹിക്കുന്നത് കൺസൈനി ആയിരിക്കുള്ളൂ. അതാണ് അടുത്തൊരു ക്ലോസ് എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? അടുത്തൊരു ക്ലോസ് ആണ് DDU എന്ന് പറയുന്നത്. അതായത് ഡെലിവറി ഡ്യൂട്ടി അൺപെയ്ഡ്. ഇതിൻ്റെ എല്ലാ എക്സ്പെൻസസും നിർവഹിക്കുന്നത് ബയ്യർ ആയിരിക്കും. അത് നോർമലി ഇത് സംഭവിക്കുന്നത് ഈ കൊറിയർ സർവീസൊക്കെയിലാണ്. എല്ലാ എക്സ്പെൻസസും ഡൺ ബൈ ബയ്യർ. അടുത്തൊരു ക്ലോസ് ആണ് DDP, ഡെലിവറി ഡ്യൂട്ടി പെയ്ഡ്. ഇതിൽ സെല്ലറായിരിക്കും എല്ലാ എക്സ്പെൻസസും നിർവഹിക്കുന്നത്. അണ്ടർസ്റ്റുഡ്? അപ്പോൾ ഇത് രണ്ടിൻ്റെ തമ്മിൽ വ്യത്യാസം ഈ ഇൻ്റർവ്യൂവർ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളത് പ്രത്യേകിച്ചും പഠിച്ചിരിക്കണത് ഡിഫറൻസ്. ഓക്കെ.